നമസ്കാരം. ഗോവിന്ദച്ചാമി ജയിൽ ചാടുന്നു. നാടകീയമായി ഗോവിന്ദച്ചാമിയെ ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ വലയിലാക്കുന്നു. ജയിൽ ചാട്ടം വെളുപ്പിന് 5 മണിക്ക് ശേഷം 5:30 ജയിൽ ചാട്ടം സംഭവിക്കുന്നു. പോലീസിനെ അറിയിക്കുന്നത് 7:30-ക്കാണ്. ഏകദേശം നല്ല കുറേ സമയങ്ങൾ നമ്മുടെ ജയിൽ അധികൃതർ, കണ്ണൂർ സെൻട്രൽ ജയിലിലെ അധികൃതർ നഷ്ടപ്പെടുത്തി. എങ്കിൽ തന്നെയും ചില നാട്ടുകാരുടെ വളരെയധികം കൃത്യതയോടെയുള്ള അല്ലെങ്കിൽ കൃത്യമായ ഇടപെടലുകളിൽ നിന്ന് തന്നെ ഗോവിന്ദച്ചാമിയെ വീണ്ടും പിടികൂടി ജയിലിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ എങ്ങനെയാണ് ഈ ജയിൽ ചാട്ടം സംഭവിച്ചത് എന്നൊരു വലിയ ചോദ്യം നമ്മളുടെ മുന്നിലുണ്ട്. സുപ്രീം കോടതി പോലും വെറും ഒരു കൈ മാത്രമുള്ള ഒരാൾക്ക് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊല്ലാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം ഉയർത്തി വധശിക്ഷയിൽ നിന്ന് റദ്ദ് ചെയ്ത് ഒടുവിൽ ജയിലിലേക്ക് അയച്ച ഒരു പ്രതിയാണ് ഈ പറയുന്ന ഗോവിന്ദച്ചാമി. ഈ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ആള് തീരെ ദുർബലനാണ് എന്ന് നമ്മൾ കരുതുന്നുണ്ട്. ദുർബലനായ കാര്യം, ഒരു കൈ ഇല്ല പാവത്തിന്. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെ ഒറ്റയ്ക്ക് ജയിൽ ചാടാൻ കഴിയും എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ഈ പാവം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ബാക്കിയുള്ളവർ കരുതുന്നത് അങ്ങനെയാണ് പാവം എന്നുള്ള നിലയിലാണ്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നിഷ്ഠൂരനായ കൊലയാളി എന്ന് വിളിക്കുന്നതായിരിക്കും ഒരുപക്ഷെ ഗോവിന്ദച്ചാമിക്ക് കുറച്ചുകൂടെ ഭംഗി നൽകുക. ഏറ്റവും ക്രൂരനായ കൊലപാതകി, ഒരു ലൈംഗികമായി ഒരുപാട് ഫ്രസ്ട്രേഷൻസ് അല്ലെങ്കിൽ അതിനൊരു അടിമത്തമുള്ള ഒരാൾ, ആ ഒരു മനോവൈകല്യത്തിന് അടിമപ്പെട്ട് നടക്കുന്ന ഒരാൾ, അതിനുവേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരാൾ, മോഷ്ടാവാണ്. അങ്ങനെ നിരവധി കാര്യങ്ങളിൽ പ്രഗത്ഭനായ ഒരു നീചനായ ഒരു വ്യക്തിത്വമാണ്. വ്യക്തിത്വം എന്നൊക്കെ പറഞ്ഞാൽ വാക്കിന് തന്നെ അതുണ്ടാക്കുന്നില്ലെങ്കിലും നീചനായ ഒരാളാണ് എന്ന് പറയുന്നതാവും ശരി ഈ ഗോവിന്ദച്ചാമി. ഈ ഗോവിന്ദച്ചാമി ജയിൽ ചാടണം എന്നുള്ള മോഹവുമായി കഴിയാൻ തുടങ്ങിയിട്ട് നാൾ കുറച്ചായി എന്ന് നമുക്കറിയാം. ഏറെക്കുറെ എനിക്ക് തോന്നുന്നു 1 മാസം 1.5 മാസത്തോളമായി ഇതിൻ്റെ കഠിനമായ പരിശ്രമത്തിലാണ് ഈ ഗോവിന്ദച്ചാമി. ആഹാരം കുറയ്ക്കുന്നു, അവിടെ നിന്ന് ചപ്പാത്തി മാത്രം കഴിച്ചുകൊണ്ട് ശരീരഭാരം നിയന്ത്രിക്കുന്നു, അഴിക്കുള്ളിലൂടെ ഇറങ്ങി പോകാൻ പറ്റുന്ന തരത്തിൽ വ്യായാമം ചെയ്ത് ശരീരത്തെ പ്രാപ്തമാക്കി ഏകദേശം 45 കിലോഗ്രാമിലേക്ക് ചുരുങ്ങി വരുന്നു. അങ്ങനെ ഒരു വലിയ, കൃത്യമായി പറഞ്ഞാൽ ഒരു വലിയ മുന്നൊരുക്കത്തോടു കൂടി നടത്തിയ ഒരു ജയിൽ ചാട്ടം തന്നെയായിരുന്നു ഇതെന്ന് കാണാം. അവിടെ ജയിലിൽ പണി നടക്കുന്ന സമയത്ത് ഇവിടുന്നോ കൊണ്ടുവന്ന ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് മുറിക്കുന്നത്. ജയിലഴികൾ മുറിക്കുന്നതാണ് അയാൾ തന്നെ പറയുന്നത് അങ്ങനെയാണ്. ഗോവിന്ദച്ചാമി തന്നെ പറയുന്നത് അങ്ങനെയാണ്. അത് വെച്ചിട്ട് ഇങ്ങനെ രാഗി മുറിച്ചിട്ടാണ് ഒടുവിൽ ജയിൽ ചാട്ടം സംഭവിക്കുന്നത്. ഉണക്കാനിട്ടിരിക്കുന്ന ബാക്കിയുള്ള സഹതടവുകാരുടെ കയ്യിൽ നിന്നുള്ള വസ്ത്രങ്ങൾ എടുത്തിട്ട് ഒരു ഇതുണ്ടാക്കി അതിലൂടെ ഇറങ്ങി ചാടി പോകുന്നു. ഈ വാട്ടർ ടാങ്കുകൾ കൂട്ടിയിട്ടുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് കയറി നിന്നിട്ട് മതിൽ ചാടുന്നു. സാങ്കേതിക തകരാർ ഏറെക്കാലമായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അതിലൂടെ ഈ വൈദ്യുത ഫെൻസിങ് ഉണ്ടല്ലോ, വൈദ്യുത വേലിയിലൊന്നും കറണ്ടില്ലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ മനസ്സിലേക്ക് ഉയരുന്ന ഒരു ചോദ്യമുണ്ട്, എങ്ങനെ സംഭവിച്ചു? ജയിലിനകത്ത് യാതൊരു പിടിപാടുമില്ലാതെ, ജയിലിനകത്ത് നിന്ന് ഒരാൾ സഹായിക്കാതെ എങ്ങനെ ഇയാൾ ചാടി? ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ദുർബലനായ പരിമിതനായ ഒരാൾ എങ്ങനെ ഈ ജയിൽ ചാടുന്നു? ഇത്രയും ഉയരമുള്ള ഏകദേശം 5 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഒരു മതിൽ എങ്ങനെ ചാടി കടന്ന് രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. പിന്നെ ഈ ഗോവിന്ദച്ചാമിയെ പിടികൂടുമ്പോൾ അയാൾ ഉപയോഗിച്ചിരുന്നത് വസ്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻസ് ആയിരുന്നു. ഒരു കറുത്ത നിറത്തിലുള്ള പാൻസ് ഇട്ടിട്ട് ഒരാളെയാണ്, അല്ലെങ്കിൽ അയാളെ പിടികൂടുന്നത് അങ്ങനെയാണ് പോലീസ്. ഈ വസ്ത്രം എവിടുന്ന് കിട്ടി? ജയിലിൽ അപ്പോൾ ഡ്രസ് കോഡ് ഇല്ലേ? താടി വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജയിൽ താടി അനുവദനീയമായ കാര്യമാണോ? ഇങ്ങനെ തുടങ്ങി നിരവധി സംശയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നമുക്ക് വേണ്ടത്. ഈ സംശയങ്ങൾക്ക് കൃത്യമായ ഉത്തരം ലഭിക്കുകയും ഇത് ആരുടെ പ്രശ്നം കാരണമാണ്, അല്ലെങ്കിൽ ഇതാരാണ് ജയിലിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഗോവിന്ദച്ചാമിയെ ജയിൽ ചാട്ടത്തിന് സഹായിച്ചത് എന്ന് പറയുന്ന ഒരു ഉത്തരമാണ് വേണ്ടത്. ആ ഉത്തരം അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇത് ആഭ്യന്തര വകുപ്പിന് മേലെ കളങ്കം ചാർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇത്രയ്ക്ക് സുരക്ഷിതത്വമില്ലാത്ത ഒന്നാണോ സംസ്ഥാനത്തെ ജയിലുകൾ, സെൻട്രൽ ജയിലുകൾ എന്ന് കൃത്യമായി ആരെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മലയാളികൾ മുഖം കുനിച്ചിരിക്കേണ്ട അവസ്ഥ വരും. ഇത്രത്തോളം സുരക്ഷിതത്വമല്ലേ നമ്മുടെ സെൻട്രൽ ജയിലുകൾ? ഏതൊരുവനും ചാടി കയറി പോകാൻ കഴിയുന്ന, ജയിൽ ചാട്ടം നടത്താൻ കഴിയുന്ന ഒന്നാണോ? കാരണം ഗോവിന്ദച്ചാമിയെ കുറിച്ച് സുപ്രീം കോടതി പോലും വിധി എഴുതിയത് അങ്ങനെയാണ്. ദുർബലനാണ്. അത്രയും ദൗർബല്യമുള്ള ദുർബലനായ ഒരു വ്യക്തിക്ക് കേരളത്തിലെ ഏത് ജയിലും ഭേദിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യവുമുണ്ട്. ഉപ്പിട്ടുകൊണ്ട്
ഉപ്പ് എടുത്തു കൊണ്ടുവന്ന് ജയിലഴികളെ തുരുമ്പ് പിടിപ്പിച്ച് അവിടെ നിന്ന് അറുത്ത് മാറ്റി ഇറങ്ങി പോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇതിനകത്ത് എവിടേക്കോ ചില നാടകീയത പോലെയൊക്കെ തോന്നുന്നുണ്ട്. ചില അസംഭവ്യമായ ചില കാര്യങ്ങൾ സംഭവിച്ചതുപോലെയൊക്കെ നമുക്കൊരു തോന്നൽ. ഇതൊക്കെ സംഭവിക്കുമോ? ഇങ്ങനെയൊക്കെ നമുക്ക് ജയിലിൽ ചാടാൻ കഴിയുമോ? ഇതിനു മുമ്പ് നമ്മൾ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സിനിമയിലാണ് ജയിൽ ചാട്ടത്തെക്കുറിച്ച് ഇങ്ങനെ വളരെ കാലമായി ജയിലിലെ ബാത്റൂം തുറന്ന് ചാടിപ്പോകുന്ന ഒരു കുറേ തടവുകാരുടെ കഥയായിരുന്നു ആ സിനിമ. അങ്ങനെയൊക്കെയാണ് ജയിൽ ചാട്ടം കണ്ടിട്ടുള്ളത്. വീപ്പകൾ ഇങ്ങനെ വെള്ളം കൊണ്ടുവരുന്ന വീപ്പകൾ അടുക്കിയിട്ടിട്ട് ഈ പറയുന്ന 5 മീറ്ററോളം ഉയരത്തിൽ അയാൾ കയറുന്നു. ഈ തുണി തടവുകാരുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത തുണി കൊണ്ട് നീളത്തിൽ കയറ് പോലെയാക്കുന്നു. എന്നിട്ട് മതിൽ ചാടുന്നു. അയാൾ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. ഈ ഒരു നടക്കാത്ത എന്തോ ഒരു കാര്യം നടന്ന പോലെയാണ് ശരിക്കും ആ ഒരു കഥ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഇതിന് പിന്നിൽ ആരാണ് ഇത് പ്രവർത്തിച്ചിരിക്കുന്നത്? ഇത് കണ്ടെത്തുക എന്നുള്ളതാണ് അതിൻ്റെ പ്രാഥമികമായ ഒരു ആവശ്യമെന്ന് പറഞ്ഞാൽ. അങ്ങനെ ഇപ്പം 4 പേർക്ക് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. ആ കാര്യം ശരി, അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർ പിന്മാറി. ഈ പറയുന്ന തടവുകാരെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നില്ല എങ്കിൽ എന്താണ് അതിന് കാരണം? ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യമായ ഇടപെടലുകൾ ജയിൽ അധികൃതർക്ക് കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഉണ്ടാകുന്നുണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളില്ലേ? പുറത്തു നിന്നുള്ള ഏത് ബാഹ്യശക്തികളാണ് ഇവരെ പ്രത്യേകമായി നിയന്ത്രിക്കുന്നത്? അത് CPM ആണോ, കോൺഗ്രസ് ആണോ, BJP ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൽ വരണം. ഇതിനകത്ത് രാഷ്ട്രീയ ഇടപെടലുകൾ നടക്കുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി അന്വേഷിച്ചെങ്കിൽ മാത്രമേ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഒരാളെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ വന്ന് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വന്നെത്തി നമ്മുടെ ഒരു പെൺകുട്ടിയെ കൊന്ന് അവിടെ നിന്ന് ചാടിപ്പോയ ഒരാളാണ് ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ക്രൂരനായ കൊലപാതകി. അന്നേ ഇവരെയൊക്കെ വധശിക്ഷയ്ക്ക് വിധിച്ച് കൊല്ലേണ്ടതല്ലായിരുന്നു? അതെന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. അപ്പം അങ്ങനെയുള്ള ഒരു ഗോവിന്ദച്ചാമിക്ക് ചാടാൻ കഴിയുന്ന ജയിലിൽ ബാക്കി എത്രയോ പേർക്ക് അതിനുള്ള അവസരങ്ങളുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. രാഷ്ട്രീയ തടവുകാർ കിടക്കുന്ന ഒരു ജയിലല്ലേ കണ്ണൂരിലെ സെൻട്രൽ ജയിൽ? രാഷ്ട്രീയ തടവുകാർ, അതായത് TP ചന്ദ്രശേഖരൻ അടക്കമുള്ളവരെ കൊലപ്പെടുത്തിയ പ്രതികൾ കിടക്കുന്ന ജയിലല്ലേ അത്? അപ്പം ഇത്ര ഗോവിന്ദച്ചാമിക്ക് പോലും ഇങ്ങനെ ചില സൗജന്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് കിടക്കുന്ന ബാക്കിയുള്ള പാർട്ടി അതായത് ഇടതുപക്ഷത്തിൻ്റെ ആയാലും വലതുപക്ഷത്തിൻ്റെ ആയാലും, അതായത് UDFന്റെ ആണെങ്കിലും LDFന്റെ ആണെങ്കിലും രാഷ്ട്രീയ തടവുകാർക്ക് ലഭിക്കുന്നത് എത്രത്തോളം വലിയ ആനുകൂല്യങ്ങളായിരിക്കും? അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അതും ആലോചിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. VD സതീശനും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചവരും ഒന്ന് VD സതീശനുണ്ട്, ഒന്ന് തുടക്കം ആദ്യമായിട്ട് പ്രതികരിക്കുന്നത് K സുരേന്ദ്രനാണ് എന്നൊക്കറിയാം. K സുരേന്ദ്രൻ വളരെ കൃത്യമായി തുടക്ക സമയത്ത് തന്നെ സുരേന്ദ്രന് വളരെ കാലമായി മൗനവ്രതത്തിലായിരുന്ന സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ അത് സംബന്ധിച്ചൊരു പ്രതികരണം എഴുതിയിട്ടുണ്ടായിരുന്നു. സുരേന്ദ്രന്റെ ആ ഒരു പ്രതികരണം അല്ലാതെ അങ്ങ് വൈറലാവുകയും അതിന് മറുപടിയായി കൃത്യമായി കൊടുക്കുകയും ചെയ്തു. അതായത് P ജയരാജൻ കൊടുക്കുകയും ചെയ്തു. ഇവിടെയാണ് ഇനിയും ഇവിടെ നേട്ടമുണ്ടാക്കുന്നത് ആര് എന്നൊരു ചോദ്യമുണ്ട്. അതായത് ഈ ജയിൽ ചാട്ടത്തിലൂടെ നേട്ടം, ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. അതായത് ജയിൽ ചാടി എന്നുള്ളത് രാഷ്ട്രീയമല്ല, അത് തീർത്തും ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വീഴ്ചയുടെ പരിണിത ഫലമാണ് ഗോവിന്ദച്ചാമിയെ പോലെ ഒരുത്തൻ്റെ ജയിൽ ചാട്ടം. ഇതിനെങ്ങനെ രാഷ്ട്രീയ വശം ലഭിക്കുന്നു എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയമായി വക്രീകരിച്ചുകൊണ്ട് നേട്ടമുണ്ടാക്കാനുള്ള ശ്രമം. അപ്പൊ രാഷ്ട്രീയ നേട്ടം ആരിലേക്ക് പോകുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJPയിലേക്കും കോൺഗ്രസിലേക്കും ഒന്ന് ബ്ലൈൻഡായിട്ട് പറയേണ്ടി വരും, കണ്ണടച്ച് തന്നെ പറയേണ്ടി വരും. അപ്പൊ നമുക്ക് ആദ്യം വളരെ കാലത്തെ മൗനവ്രതത്തിന് ശേഷം K സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവ് ഒരു ഫേസ്ബുക്കിൽ ഒരു രാഷ്ട്രീയ വിശദീകരണം അല്ലെങ്കിൽ ഒരു വിശകലനം നടത്തിയിട്ടുണ്ട്. ഈ സംഭവത്തെ കൊടും ക്രിമിനൽ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് രാത്രി 1:15, ജയിൽ അധികൃതർ അതറിയുന്നത് പുലർച്ചെ 5:15, പോലീസിൽ വിവരം അറിയിക്കുന്നത് കാലത്ത് 7:15, മതിൽ വൈദ്യുതി ഫെൻസിംഗ്, ജയിൽ ചാടുമ്പോൾ വൈദ്യുതി ഓഫ് ചെയ്യപ്പെട്ടിരുന്നു, സർവത്ര ദുരൂഹത, ജയിൽ ചാടിയതോ ചാടിച്ചതോ? ഏറ്റവും വലിയ ചോദ്യമാണ് K സുരേന്ദ്രൻ ഉയർത്തുന്നത്. ജയിൽ ചാടിയതാണോ ചാടിച്ചതാണോ? ഈ പറയുന്ന വേറെ ഏതെങ്കിലും ഒരു പ്രതി ജയിൽ ചാടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ പ്രയോജനം ഉണ്ടായേനെ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് പ്രയോജനം ഉണ്ടായേനെ എന്ന് കരുതാം. രാഷ്ട്രീയ നേട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ജയിൽ ചാടിയതോ ചാടിച്ചതോ, ഈ പറയുന്ന ഗോവിന്ദച്ചാമിയെ ചാടിക്കുന്നത് കൊണ്ട് ഇടതുപക്ഷത്തിന് എന്താണ് നേട്ടം? ജയിലധികാരികൾ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന് ഗോവിന്ദച്ചാമി ജയിൽ ചാടുന്നതുകൊണ്ട് ആ പറയുന്ന ആഭ്യന്തര വകുപ്പിന് കളങ്കമല്ലാതെ മറ്റെന്താണ് ഉള്ളത്? ഇത് തിരിച്ചറിയാൻ വയ്യാത്ത പൊട്ടന്മാരാണോ CPMകാരെന്നൊരു ചോദ്യം അവിടെയുണ്ട്. അതായത് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയെന്ന് നാട്ടുകാരെ മുഴുവൻ അറിയാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം മതി. ഇതിന്റെ മണിക്കൂറുകളുടെ വ്യത്യാസം എന്ന് വെച്ചാൽ ചാടിയതും പോലീസ് ജയിലധികാരികൾ അറിഞ്ഞതും പിന്നീട് പോലീസിനെ അറിയിച്ചതെന്നുള്ള സമയത്തിന്റെ ഗ്യാപ്പ് വിട്ടേക്കൂ.
എന്തായാലും ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്നുള്ള വസ്തുത പുറം ലോകം അറിയും. അങ്ങനെ പുറം ലോകം അറിയുന്ന സമയത്ത് ഇതിൻ്റെ കേടാർക്കാണ്? അപ്പോൾ എന്തിനാണ് CPM പോലെ ഒരു പാർട്ടിക്കാർക്ക് അല്ലെങ്കിൽ സർക്കാരിന്, ആഭ്യന്തര വകുപ്പിന് ഈ പറയുന്ന ഗോവിന്ദച്ചാമിയെ ജയിൽ ചാടിക്കേണ്ട ആവശ്യം എന്താണ്? അതും ഈ സമയത്ത് ഒരാളുടെ, അതായത് ഒരു VS-ന്റെ അടക്കവും കഴിഞ്ഞ് അതിൻ്റെ ഒരു ഇതിൽ നിൽക്കുന്ന പുതിയ സർക്കാരിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീണ്ടും മൂന്നാമതൊരു വട്ടം കൂടി ഭരണത്തിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് ഈ ചാടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നു. ഒന്നാമത്തെ പ്രശ്നം അവിടെയാണ്. അവിടെ ചാടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇനിയിപ്പോ അടുത്തത്, ജയിൽ ഉപദേശക സമിതിയിൽ P ജയരാജനും തൃക്കരിപ്പൂർ MLA ഉണ്ട്. 2 ഇടതുപക്ഷക്കാരാണല്ലോ. ഇവർ രണ്ടുപേരും ഉണ്ട്. അതുകൊണ്ട് ജയിൽ ഉപദേശക സമിതിയിൽ ഗോവിന്ദച്ചാമിയെ ചാടിച്ച് പുറത്തു വിടുന്നു. ഇപ്പൊ നേരത്തെ അവിടെയാണ് വലിയ പ്രശ്നം കിടക്കുന്നത്. P ജയരാജനെ സംബന്ധിച്ചിടത്തോളം P ജയരാജന് ഗോവിന്ദച്ചാമിയെ കൊണ്ട് എന്താണ് കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുക? അല്ലെങ്കിൽ ഈ പറയുന്ന ഗോവിന്ദച്ചാമി അവിടെ അറസ്റ്റിലായി അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്നത് ഇടതുപക്ഷത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവൃത്തി ചെയ്ത ധീരകൃത്യത്തിന് പിന്നെ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി പിന്നെ അതല്ലെങ്കിൽ എവിടെയെങ്കിലും സമരം നയിച്ചതിൻ്റെ പുറത്തോ വല്ലതും ആണോ ജയിലിൽ കിടക്കുന്നത്? അല്ല. ഒരു പാവം പിടിച്ച പെൺകുട്ടിയെ വീട്ടിലേക്ക് എത്തുന്നതിന് അരമണിക്കൂർ മുൻപ് ആ ഒരു പെൺകുട്ടീനെ ഇല്ലാതാക്കിയ ഒരു കൊടും ക്രിമിനൽ എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഒരു കൊടും ക്രിമിനലിനെ എന്തിനാണ് P ജയരാജനും തൃക്കരിപ്പൂർ MLA അടക്കം രക്ഷപ്പെടുത്തുന്നതിൻ്റെ ആവശ്യം എന്താണ്? അതിനുള്ള ഉത്തരമാണ് ഒരുപക്ഷെ K സുരേന്ദ്രൻ പറയേണ്ടി വരിക. എന്താണ് അതിൻ്റെ മൗലികമായ ആവശ്യം? അപ്പം ഈ ആവശ്യമുള്ളത് ആർക്കാണ് എന്ന് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഇയാള്, അതായത് ഗോവിന്ദച്ചാമി ജയിൽ ചാടേണ്ട ആവശ്യം രാഷ്ട്രീയമായി ആർക്കാണ് നേട്ടമുണ്ടാക്കുക എന്നുള്ളതാണ് അതിനതിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. എന്നാലും നമ്മൾ പറയുന്നില്ല ഇതിൻ്റെ പിന്നിൽ BJPക്കാർ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും, അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചർച്ചയിലേക്ക് വരുന്നില്ല. കാരണം അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിൻ്റെ ഒടുവിൽ മാത്രമാണ് കൃത്യമായി അതിൻ്റെ തെളിവുകൾ ലഭിക്കുക. ആരാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തുക, അവർക്ക് അതിൻ്റെ മേലെയുള്ള നടപടി ഉണ്ടാവുക. അതുകൊണ്ട് അതിനകത്തൊരു രാഷ്ട്രീയ ആരോപണം എന്നൊന്നുമില്ല. പിന്നെ ജയിൽ ചാടുമ്പോൾ, ഈ ചാടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ P ജയരാജന് എന്ത് നേട്ടമുണ്ടാകുന്നു എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത്. മൊത്തം കൂടെ പറഞ്ഞുതരാം പിന്നീട്. കുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദച്ചാമി ജയിൽ ചാടി, അതായത് P ജയരാജൻ ഇതിനെക്കുറിച്ച് കൃത്യമായി K സുരേന്ദ്രന് കൊടുത്തിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇന്ന് അതികാലത്ത് തന്നെ കേട്ടത്. അടച്ച സെല്ലിന്റെ ഇരുമ്പഴി മുറിച്ച് പുറത്തു കടന്നതാണ് പ്രാഥമിക വിവരം. ഇത് ഗൗരവമായ അന്വേഷണം ആവശ്യമുള്ള വിഷയമാണ്. ആ അന്വേഷണം സർക്കാർ ജാഗ്രതയോടെ നടത്തുമെന്ന് ഉറപ്പിക്കാം. എന്നാൽ ഈ ജയിൽ ചാട്ടം ആസൂത്രിതമാണോ എന്ന് സംശയിക്കത്തക്ക നിലയിൽ ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചരണം അഴിച്ചുവിടുന്നുണ്ട്. അതാണ് അതിനതിൽ നമ്മൾ ലീഡായിട്ടുള്ള കാര്യം. അതിന്റെ തെളിവാണ് BJP നേതാവ് K സുരേന്ദ്രന്റെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം. സെൻട്രൽ ജയിൽ ഉപദേശക സമിതി അനൌദ്യോഗിക അംഗങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് സുരേന്ദ്രൻ നടത്തിയ പ്രസ്താവന BJP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ മനോനിലയാണ് വ്യക്തമാക്കുന്നത്. അത് പിന്നെ അദ്ദേഹത്തിലുള്ള വ്യക്തിപരമായ കാര്യമാണ്. അത് പോട്ടെ. അപ്പോൾ ഈ ജയിൽ ചാട്ടത്തെ തുടർന്ന് സമൂഹത്തെ ജാഗ്രതപ്പെടുത്തുന്നതിന് പകരം ഏത് കാര്യവും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന BJP നേതാവിന്റെ ഹീനമായ ശ്രമത്തിൽ നിന്നും ഇദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ഉപദേശിക്കണമെന്ന് താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന P ജയരാജന്റെ ഒരു ഫേസ്ബുക്ക് മറുകുറി. അപ്പോൾ ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് CPM-നെ സംബന്ധിച്ചിടത്തോളം, P ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഗോവിന്ദച്ചാമിയെ ഇപ്പോൾ ഈ നിലവിലത്തെ സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിൽ മണ്ണിടുന്ന രീതിയിൽ, രാഷ്ട്രീയത്തിലെ കഴിക്കുന്ന ചോറിനകത്ത് മണ്ണിടുന്ന രീതിയിൽ ഇപ്പോൾ ഗോവിന്ദച്ചാമിയെ ജയിൽ ചാടിക്കേണ്ട ആവശ്യം തൽക്കാലം ആഭ്യന്തര വകുപ്പിന് ഇല്ല. പിന്നെ VD സതീശനെ സംബന്ധിച്ചിടത്തോളം VD സതീശൻ ഉയർത്തുന്നത് ഗോവിന്ദച്ചാമി ജയിൽ ചാടി അത് തിരിച്ചു പിടിക്കുകയൊക്കെ ചെയ്തു, നാട്ടുകാർക്ക് അഭിനന്ദനം പറയുന്നുണ്ട്. അതോടൊപ്പം പറയുന്നു കേരളത്തിലെ കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞാൽ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയ തടവുകാർക്കടക്കം അവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന, അത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ തടവുകാർക്ക് അവിടെ ലഭിക്കുന്ന വലിയ ഫെസിലിറ്റീസിനെ കുറിച്ച്, അത്യന്താധുനിക സൗകര്യങ്ങളുള്ള ഫോൺ, അവിടുത്തെ മെനു തീരുമാനിക്കുന്നത് ഇവരാണ്, അവിടുത്തെ തടവുകാരാണ്, അങ്ങനെയാണ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ അത് പൊളിറ്റിക്കലൈസേഷൻ എന്ന് പറയുന്ന അല്ല, രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ ഒരു സീമകളിൽ ലംഘിച്ചുകൊണ്ട് പോകുന്ന ഒന്നാണ്. പക്ഷേ ഈ പറയുന്ന ഗോവിന്ദച്ചാമിയുടെ കേസിൽ എന്താണ് പാർട്ടിക്ക് അല്ലെങ്കിൽ സർക്കാരിനുള്ള ഇടപെടൽ എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. സർക്കാർ എന്തിന് ഗോവിന്ദച്ചാമിയെ രക്ഷപ്പെടുത്തണം? അതുകൊണ്ട് സർക്കാരിന് നേട്ടമുണ്ടാകുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഈ പൊളിറ്റിക്കലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അതാണ്.
പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത ഒരു മാന്യമായി ചെയ്തത് സർക്കാർ ആഭ്യന്തര വകുപ്പിന്റെ പരാജയം എന്നുള്ള നിലയിൽ തന്നെ എഴുതി തള്ളി. അപ്പോൾ അതിന്റെ അർത്ഥം ആഭ്യന്തര വകുപ്പിനുണ്ടായ പരാജയം തന്നെയാണ്. ആ ലെവലിൽ അങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിഷയത്തിൽ എന്തായാലും ഗോവിന്ദചാമിയെ സർക്കാർ രക്ഷപ്പെടുത്താനോ ആഭ്യന്തര വകുപ്പ് രക്ഷപ്പെടുത്താനോ ഒന്നും പോകുന്നില്ല. പക്ഷേ ഇതിനകത്ത് കൃത്യമായ അന്വേഷണമാണ് ആവശ്യം. പി ജയരാജൻ പറഞ്ഞ പോലെ കൃത്യമായ അന്വേഷണത്തിന്റെ ആവശ്യമുണ്ട്. അന്വേഷണത്തിൽ കുറ്റക്കാരെ കണ്ടെത്തുകയും വേണം. പിന്നെ അതോടൊപ്പം ഇങ്ങനെയുള്ള മാരണങ്ങളെയൊക്കെ ജയിലിനകത്ത് കൊണ്ടിട്ട് തീറ്റിപ്പോറ്റി സർക്കാരിന്റെ ഫണ്ട് ചെലവാക്കണോ എന്നുള്ള കാര്യം കൂടി സർക്കാർ ആലോചിക്കണം. അതായത് ഈ ഗോവിന്ദചാമിയെ പോലെ കൊടും ക്രിമിനലുകൾ ഏത് സമയത്തും ഇതുപോലെ അഹമ്മതി കാണിക്കാനും ഇത്രത്തോളം ക്രൂക്കഡായി പ്ലാൻ ചെയ്തുകൊണ്ട് നിരവധി അല്ലെങ്കിൽ ഇങ്ങനെ പോകാൻ സാധ്യതയുള്ള ഒരു പ്രതിയെ കൊണ്ടുവന്നിട്ടിട്ട് ഇങ്ങനെ ഇത്ര കാലം ആഹാരമൊക്കെ കൊടുത്ത് വളർത്തി ഒരു ചീക്കപ്പന്നിയെ കണക്കാക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി സർക്കാർ ചിന്തിക്കേണ്ടതാണ്. അതിന് വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. കഴിയുമെങ്കിൽ പിന്നെ നേരത്തെ തടഞ്ഞു വെച്ചിരുന്ന ആ വധശിക്ഷയെങ്കിലും ആ ഗോവിന്ദചാമിക്ക് മേടിച്ചു കൊടുക്കുക. സത്യം ആ സൗമ്യയുടെ വീട്ടുകാർക്കെങ്കിലും നീതി ലഭിക്കട്ടെ. അല്ലാതെ ഇവനെയൊക്കെ കൊണ്ടുവന്ന് ജയിലിനകത്തിട്ട് തീറ്റിപ്പോറ്റുക എന്ന് പറഞ്ഞാൽ സർക്കാരിനും അതോടൊപ്പം മലയാളികൾക്കും നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു.